ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹനിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് ആണ്ടുവട്ടത്തിലെ ഏറ്റവും ധന്യമായ ദിവസമാണ്. ആണ്ടുവട്ടത്തിലെ ഏറ്റവും വിശുദ്ധമായ ദിവസമാണ് പെസഹ. ഒരു ഇംഗ്ലീഷ് കവിത വായിച്ച് ഞാൻ ഓർക്കുന്നു. കവിതയുടെ പേര് അബുബിലാലം എന്നാണ്. അബുബിലാലം നീതിമാനായ മനുഷ്യനായിരുന്നു. ദൈവത്തെയും മനുഷ്യനെയും ഏറ്റവും തീവ്രമായി സ്നേഹിച്ചിരുന്ന വ്യക്തി. വിശക്കുന്നവന് ഭക്ഷണം നൽകി, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തു, നഗ്നനെ ഉടുപ്പിച്ചു, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം നൽകി, രോഗിയെ സന്ദർശിച്ചു, കാരാഗ്രഹവാസിയെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. അങ്ങനെ സുവിശേഷ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിച്ച വ്യക്തിയാണ്. അബുബിലാലത്തിന് ഒരു രാത്രിയിൽ ഒരു സ്വപ്നമുണ്ടായി. ദൈവത്തിൻ്റെ മാലാഖ കയ്യിലൊരു രജിസ്റ്ററും പിടിച്ച് ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കയ്യിലുള്ള രജിസ്റ്ററിൽ എന്തൊക്കെ എഴുതി ചേർക്കണം. അബുബിലാലം മനസ്സിരുന്നു. മാലാഖ രജിസ്റ്റർ അദ്ദേഹത്തിന് നൽകി. അബുബിലാലം അത് മറിച്ചു നോക്കി. ദൈവത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ പേരുവിവരമാണ് ആ രജിസ്റ്റർ എഴുതിയിരിക്കുന്നത്. അബുബിലാലത്തിന് സന്തോഷമായി. തൻ്റെ പേര് തീർച്ചയായും അതിനുണ്ടായിരിക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അബുബിലാലത്തിൻ്റെ പേര് ആ രജിസ്റ്ററിലുണ്ടായിരുന്നില്ല. അദ്ദേഹം അതീവ ദുഃഖിതനായി പിറ്റേന്ന് പകൽ മുഴുവൻ ദുഃഖിതനായി കഴിഞ്ഞ് തലേ ദിവസം കണ്ടത് ഒരു സ്വപ്നമായിരുന്നുള്ള കാര്യം പോലും അദ്ദേഹം മറന്നു. പിറ്റേ ദിവസം രാത്രിയിലും അബുബിലാലത്തിന് സ്വപ്നമുണ്ടായി. തലേ ദിവസം കണ്ട ദൈവത്തിൻ്റെ മാലാഖ കയ്യിൽ മറ്റൊരു രജിസ്റ്ററുമായിരിക്കുന്നു. അതിനെന്തൊക്കെയോ എഴുതി ചേർക്കുന്നു. അബുബിലാലം അടുത്തിയെന്നു മാലാഖ രജിസ്റ്റർ അദ്ദേഹത്തിന് നീട്ടി. അദ്ദേഹം ആ രജിസ്റ്റർ മടച്ചു നോക്കി. ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ പേരുവിവരമാണ് ആ രജിസ്റ്ററിലുണ്ടായിരുന്നത്. ആ ദൈവത്തിൻ്റെ മാലാഖ ആ പുസ്തകത്തിലാണ് പേരുകൾ എഴുതി ചേർന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ധന്യമായ ദിവസം പെസഹ വ്യാഴാഴ്ച ദൈവത്തിൻ്റെ മാലാഖ ദൈവം സ്നേഹിക്കുന്നവരുടെ പേരെഴുതുന്ന രജിസ്റ്ററിൽ, ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി ചേർക്കുന്ന ദിവസമാണ്. പെസഹ വ്യാഴം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. പെസഹ വ്യാഴം ഒരു വിരുന്നാണ്. യേശു ശിഷ്യന്മാർ അവസാനമായി ഭക്ഷിച്ച ആഘോഷമായ വിരുന്ന്. രണ്ട് കാര്യങ്ങളാണ് പെസഹ വ്യാഴം ഭക്ഷണത്തിനിടയ്ക്ക് സംഭവിച്ചത്. ഒന്നാമതായിട്ട് പെസഹ ഭക്ഷണം പകുതിയായപ്പോൾ യേശു എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങൾ മാറി അരയിലൊരു പച്ച ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാനും തുടച്ചു ചുംബിക്കുവാനും ആരംഭിച്ചു. അങ്ങനെ 11 ശിഷ്യന്മാരുടെയും പാദങ്ങൾ കഴുകി 12ാമതായിട്ട് പത്രോസിൻ്റെ കാര്യത്തിൽ വന്ന് മുട്ടുകുത്തി തല കുനിച്ചപ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകേണ്ട. സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്, ബഹുമാനം കൊണ്ട് പറഞ്ഞതാണ്. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകിയില്ലെങ്കിലും നിനക്ക് എന്നോട് കൂടി പങ്കില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നാം പാദങ്ങൾ കഴുകിയില്ലെങ്കിലും സഹോദര ശുശ്രൂഷ ചെയ്തില്ലെങ്കിൽ നമുക്ക് യേശുവിനോട് കൂടി പങ്കുണ്ടായിരിക്കുകയില്ല എന്ന് കർത്താവ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിലും നീ ശിരസ് കൂടി കഴുകുക. യേശു പറഞ്ഞു, കുളി കഴിഞ്ഞവന് പാദങ്ങൾ മാത്രം കഴുകിയാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ കാല് കഴുകുവാനായിട്ട് ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം
ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അഹങ്കാരം വെടിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാനെന്ന് പറയുന്ന ഭാവം ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പേരിന് പ്രശസ്തിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാളുടെ മുമ്പിൽ കാല് കഴുകുവാനായിട്ട് മുട്ടുകുത്തി തലമുടിച്ചാൽ അതിൻ്റെ അർത്ഥം വിനയമുള്ളവനായി തീരുക എന്നാണ്, എളിമയുള്ളവനായി തീരുക എന്നാണ്. അപ്പോൾ ഈ പെസഹവ്യാഴാഴ്ച ഒന്നാമത് നമുക്ക് നൽകുന്ന പാഠം അഹങ്കാരം വെടിഞ്ഞ്, ഞാനെന്ന ഭാവം വെടിഞ്ഞ്, സ്ഥാനമാനങ്ങൾക്കുള്ള ആഗ്രഹം വെടിഞ്ഞ്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള ആഗ്രഹം വെടിഞ്ഞ്, എളിമയുള്ളവനായി വിനയമുള്ളവനായി സഹോദരർക്ക് ശുശ്രൂഷ ചെയ്യുക. അങ്ങനെയുള്ളവരെ ദൈവത്തോടു കൂടി പങ്കുണ്ടാവുകയുള്ളൂ, ക്രിസ്തുവിനോട് കൂടി പങ്കുണ്ടാവുകയുള്ളൂ. അവൻ്റെ പേര് ദൈവത്തിൻ്റെ മാലാഖ ദൈവം സ്നേഹിക്കുന്ന പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ പൊരുത്തൂരുണ്ടാകുന്ന എഴുതി ചേർക്കുകയുള്ള പെസഹവ്യാഴാഴ്ച ഒന്നാമത്തെ പാഠമില്ല. രണ്ടാമതായിട്ട് പെസഹവ്യാഴാഴ്ച എന്താ സംഭവിച്ചത്? പെസഹ ഭക്ഷണം പകുതിയായപ്പോൾ കർത്താവ് പാത്രമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് ചെയ്തു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവേ, ഇതെൻ്റെ ശരീരമാകുന്നുവെന്ന്. ഏതോ ഭാഗ്യം നിറന്നവർ അമ്മ ചുട്ടെടുത്ത അപ്പം കർത്താവിൻ്റെ ശരീരമായി മാറുകയാണ്. ഏതോ ഭാഗ്യം നിറന്നവർ അമ്മ ചുട്ടെടുത്ത അപ്പം കർത്താവിൻ്റെ ശരീരമായി മാറുകയാണ്. അതുപോലെ തന്നെ പാനപാത്രമെടുത്ത് ആശീർവദിച്ച് അവർക്ക് നൽകി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് ചെയ്തു, നിങ്ങൾ വാങ്ങി കുടിക്കുക, ഇതിൻ്റെ രക്തമാകുന്നുവെന്ന്. ഏതോ ഭാഗ്യപ്പെട്ട കർഷകൻ തിരഞ്ഞെടുത്ത മുന്തിരി രസം കർത്താവിൻ്റെ രക്തമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ച ശിഷ്യന്മാർ സങ്കീർത്തനം ആലപിച്ചു എന്നാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുക, സുവിശേഷം രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച ഒരുവൻ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് പോയി എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് യൂദാസിനെ കുറിച്ചാണ്. യൂദാസ് കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിച്ചതിന് ശേഷം പുറത്തുള്ള അന്ധകാരത്തിലേക്ക് പോയി. അങ്ങനെ പോയത് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനുള്ള കരാർ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. യൂദാസിന്റെ ധനാസക്തിക്ക് അടിമയായിരുന്നു. അപ്പസ്തോല സംഘത്തിന്റെ പണസഞ്ചി സൂക്ഷിക്കുവാനായിരുന്നു യൂദാസ്. അതിൽ വീഴുന്നവയിൽ അയാൾ മോഷ്ടിച്ചിരുന്നുവെന്ന് സുവിശേഷൻ നമ്മോട് പറയുന്നു. അപ്പോൾ ധനാസക്തി അടിമയായ യൂദാസ് കർത്താവിന് 30 വെള്ളിക്കാശ് ഒറ്റിക്കൊടുത്തു. ധനാസക്തി, സമ്പത്തിനോടുള്ള ആസക്തിക്ക് അടിമയായ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നാം ധനാസക്തിക്ക് അടിമയായാലും സമ്പത്തിനോടുള്ള ആസക്തിക്ക് അടിമയായാലും പവിത്രമായ ബന്ധങ്ങൾ നാം മറക്കും. നമ്മുടെ ജീവിതം യൂദാസിന്റെ ജീവിതം പോലെ നശിക്കും. നമ്മുടെ ജീവിതം യൂദാസിന്റെ ജീവിതം പോലെ ആയിത്തീരും. അപ്പോൾ നാം ഓരോരുത്തരും ധനാസക്തിക്ക്, പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള മോഹത്തിന്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മോഹത്തിന് അടിമയായി തീരരുത് എന്നാണ് പെസഹവ്യാഴാഴ്ച നൽകുന്ന രണ്ടാമത്തെ പാഠം. അങ്ങനെ നാം അടിമയായി തീർന്നാൽ കർത്താവിനോട് കൂടെ നമുക്ക് പങ്കുണ്ടാവുകയില്ല എന്ന് സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം സ്നേഹിക്കുന്നവരുടെ പേരെഴുതുന്ന വിശുദ്ധമായ ജീവന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മാലാഖ പൊൻതൂവലുകൊണ്ട് നമ്മുടെ പേരുകൾ എഴുതി ചേർക്കുകയില്ല എന്നാണ് ഈ ദിവസം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. നൽകുന്ന മൂന്നാമത്തെ പാഠം, ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ഒന്നിനെയും ആരെയും സ്നേഹിക്കരുത് എന്നാണ്. ജീവിതത്തിൽ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ആരെയെങ്കിലും സ്നേഹിച്ചാൽ
എന്തിനെങ്കിലും സ്നേഹിച്ചാൽ, ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, എന്തിനെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ആരെങ്കിലും വിലമതിച്ചാൽ, എന്തിനെങ്കിലും വിലമതിച്ചാൽ അവൻ ദൈവരാജ്യത്തിൽ പങ്കുണ്ടാവുകയില്ല, ക്രിസ്തുവിനോട് കൂടി പങ്കുണ്ടാവുകയില്ല. അവൻ്റെ പേര് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരെഴുതുന്ന വിശുദ്ധമായ ജീവന്റെ പുസ്തകത്തിൽ പൊന്തുകൊണ്ട് ദൈവത്തിൻ്റെ മാലാഖ എഴുതി ചേർക്കുകയില്ല. ഇത്തരണത്തിൽ ഒരു ഇംഗ്ലീഷ് മിഷണറിയുടെ കഥ ഓർമ്മ വരുന്നു. ആഫ്രിക്കയിൽ സുവിശേഷ പ്രവർത്തനം നടത്തിയ മിഷണറിയായിരുന്നു അദ്ദേഹം. നീതിമാനായിരുന്നു, താമസനെ പോലെ ജീവിച്ചിരുന്നു, യോഗിയെ പോലെ ജീവിച്ചിരുന്നു. തനിക്ക് കിട്ടുന്ന സമ്പത്ത് മുഴുവൻ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്തിരുന്നു. തൻ്റെ സ്ഥാവരജംഗമ വസ്തുക്കളൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ ഒരു യോഗിയെ പോലെ ജീവിച്ചിരുന്ന ആ താമസന് തീവ്രമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ കാണണമെന്ന്, ദൈവദർശനം ഉണ്ടാകണമെന്ന് ആ താമസം കർത്താവിനോട് സങ്കടം പറഞ്ഞു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവദർശനം ഉണ്ടാകണമെന്ന് ദൈവം ആ മിഷണറി വൈദികനോട് പറഞ്ഞു. ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതലായി നീ ഒന്നിനെയും സ്നേഹിക്കരുത്, ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതലായി നീ ഒന്നിനെയും ഇഷ്ടപ്പെടരുത്, ജീവിതത്തിൽ ഒന്നിനേക്കാൾ കൂടുതലായി നീ ഒന്നിനെയും വിലമതിക്കരുത്, ജീവിതത്തിൽ എന്നേക്കാൾ കൂടുതലായി നീ ഒന്നിനെയും സ്നേഹിക്കരുത് എന്ന് ആ വൈദികൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ബാക്കി സമ്പത്തും വസ്തുവകകളും ദരിദ്രർക്ക് ദാനം ചെയ്യും. എന്നിട്ടും ദൈവം ദർശനം നൽകിയില്ല. അതീവ ദുഃഖിതനായി ദൈവത്തോട് സങ്കടം പറഞ്ഞു അദ്ദേഹം. ദൈവം ആദ്യത്തെ പല്ലവി തന്നെ ആവർത്തിച്ചു. മറ്റൊന്നിനേക്കാൾ കൂടുതലായി, ദൈവത്തെക്കാൾ കൂടുതലായി മറ്റൊന്നിനെയും സ്നേഹിക്കരുത് എന്ന്. അപ്പോഴാണ് മിഷണറി വൈദികനെ ഓർമ്മിച്ചത് തൻ്റെ വീട്ടിലെ പ്രധാന സ്ഥലത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ചൈനീസ് ഭൂപാത്രത്തെക്കുറിച്ച്. മനോഹരമായ ഭൂപാത്രമായിരുന്നു അത്. അദ്ദേഹം ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അത്ര സുന്ദരമായ മനോഹരമായ ഭൂപാത്രം ആരെയും അത് തൊടുവാൻ പോലും അദ്ദേഹം അനുവദിച്ചില്ല. ആ മിഷണറി വൈദികൻ ആ ഭൂപാത്രം എടുത്ത് എറിഞ്ഞുടച്ചു. പൊട്ടിയ ഭൂപാത്രത്തിൻ്റെ കഷ്ണങ്ങൾക്ക് അപ്പുറത്ത് ദൈവം ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ മിഷണറി വൈദികൻ കണ്ടു. അപ്പോൾ പെസഹയുടെ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പാഠം നമ്മുടെ ജീവിതത്തിൽ ആരെയും ഒന്നിനെയും ദൈവത്തെക്കാൾ കൂടുതലായി സ്നേഹിക്കരുത് എന്നാണ്. ആരെയും ഒന്നിനെയും ദൈവത്തെക്കാൾ കൂടുതലായി ഇഷ്ടപ്പെടരുത് എന്നാണ്. ആരെയും ഒന്നിനെയും ദൈവത്തെക്കാൾ കൂടുതലായി വിലമതിക്കരുത് എന്നാണ്. അങ്ങനെ ചെയ്താൽ ദൈവദർശനം നമുക്ക് നഷ്ടപ്പെടും. ദൈവം സ്നേഹിക്കുന്നവരുടെ പേരെഴുതുന്ന ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതപ്പെടുകയില്ല. ലോകമെങ്ങുമുള്ള കത്തോലിക്ക ദേവാലയങ്ങളുടെ അൾത്താരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന, വരച്ചേർക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ചിത്രമാണ് കർത്താവ് പെസഹ ഭക്ഷിക്കുന്ന അവസാനത്തെ അത്താഴത്തിൻ്റെ ചിത്രം. നമ്മുടെ അൾത്താരയുടെ മുമ്പിൽ അത് വെച്ചിട്ടുണ്ട്. ഈ ചിത്രത്തെക്കുറിച്ചൊരു കഥയുണ്ട്. ഡാവിഞ്ചി എന്ന് പറയുന്ന പ്രസിദ്ധനായ ഇറ്റാലിയൻ ചിത്രകാരനാണ് ആ ചിത്രം വരച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ നാളായുള്ള ആഗ്രഹമായിരുന്നു യേശു അദ്ദേഹം കഴിക്കുന്ന ചിത്രം വരയ്ക്കണമെന്നാണ്. ഡാവിഞ്ചി അതിൻ്റെ ഒരുക്കങ്ങൾ നടത്തി തൻ്റെ സ്റ്റുഡിയോയിലെ വിശാലമായ മുറിയിൽ ക്യാൻവാസ് ഉറപ്പിച്ചു. പിന്നീട് അദ്ദേഹം മോഡലുകളെ അന്വേഷിച്ച് അറിയുവാൻ തുടങ്ങി. പഴയകാലത്ത് ചിത്രകാരന്മാർ ചിത്രം വരച്ചിരുന്നത് മോഡലുകളെ ഉപയോഗിച്ചാണ്. ആ ചിത്രത്തിൻ്റെ ഒത്തുനടുവിൽ വരച്ചു ചേർക്കേണ്ട ക്രിസ്തുവിൻ്റെ ചിത്രത്തിന് വേണ്ടിയുള്ള മോഡലിനെയാണ് ആദ്യമേ ഡാവിഞ്ചി അന്വേഷിച്ചത്. അദ്ദേഹം ആ സ്ഥലത്തെ പ്രധാന
കത്തീഡ്രലില് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ വരപ്രസാദം കഴിഞ്ഞ് വീഴുന്ന മുഖവുമായി ശാന്തസുന്ദരമായ മുഖവുമായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ ദയാനന്ദാവിൻ്റെ ആ ചെറുപ്പക്കാരനെ തൻ്റെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കരാറുറപ്പിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ചിത്രം വരച്ചു ചേർത്തു. അതിനെ തുടർന്ന് 11 അപ്പോസ്തലന്മാരുടെയും ചിത്രങ്ങൾ വരച്ചു ചേർത്തു. ചിത്രങ്ങൾ വരച്ചു ചേർത്തതിന് ശേഷം 12ാമതായിട്ട് യൂദാസിൻ്റെ ചിത്രം വരയ്ക്കുവാനുള്ള മോഡലിനെ അന്വേഷിച്ച് അദ്ദേഹം അലച്ചിൽ ആരംഭിച്ചു. വളരെ നാളത്തെ അലച്ചിലിന് ശേഷം ഒരു ദിവസം വൈകുന്നേരം സ്ഥലത്തെ പ്രധാന മദ്യശാലയിൽ നിന്ന് കയ്യിലൊരു പണസഞ്ചയമായി വെച്ച് തങ്ങി വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. നിരാശഭരിതമായ മുഖം, പാറിപ്പുറന്ന മുടി, ചുളിഞ്ഞ വസ്ത്രങ്ങൾ, ഉഷിഞ്ഞ വസ്ത്രങ്ങൾ, ആകപ്പാടെ നിരാശയ്ക്ക് അടിപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രമായിരുന്നു ആ ചെറുപ്പക്കാരൻ്റേത്. ഡാവിഞ്ചി ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. അദ്ദേഹം സമ്മതിച്ചു യുദാസിന്റെ മോഡലാകാമെന്ന് കരാറുറപ്പിച്ചു. ആ ചെറുപ്പക്കാരനെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. യുദാസിന്റെ ചിത്രം വരച്ചു ഏതാനും നാളുകളുണ്ട്. യുദാസിന്റെ ചിത്രം വരച്ച് പോകാൻ നേരത്ത് ആ ചെറുപ്പക്കാരൻ തൻ്റെ ദുഃഖകരമായ കഥ, സങ്കടത്തിൻ്റെ കഥ, ജീവിതത്തിൻ്റെ തകർച്ചയുടെ കഥ ഡാംജിയോട് പറഞ്ഞു. താൻ ഏതാനും നാൾ മുമ്പ് ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ചിത്രത്തിൻ്റെ നടുവിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മോഡലാകാൻ വേണ്ടിയിട്ടാണ് താൻ വന്നത്. താനാണ് ക്രിസ്തുവിൻ്റെ മോഡലായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ നിന്ന് യുദാസിലേക്കുള്ള ദൂരം ചെറുതാണ്. മദ്യപാനാസക്തിയും സ്ത്രീകളോടുള്ള ആസക്തിയും അയാളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് അയാളേക്ക് പറഞ്ഞു. മദ്യപാനി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്ത്രീകളോടുള്ള ആസക്തി അടിമയെ തീരുന്നവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഇതാണ് പെസഹാവേള നമുക്ക് നൽകുന്ന 4ാമത്തെ പാഠം. അയാളുടെ പേര് ദൈവം സ്നേഹിക്കുന്നവരുടെ പേരെഴുതപ്പെടുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തിലെ ജീവന്റെ പുസ്തകത്തില് കോൻതൂലികൊണ്ട് ദൈവത്തിൻ്റെ മാലാഖായി എഴുതി ചേർക്കുകയും പെസഹാവേള നമുക്ക് നൽകുന്ന 4ാമത്തെ പാഠമാണ്. വിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ദിവസം നമുക്ക് ഈ 4 പാഠങ്ങളും നമ്മുടെ ജീവിതത്തെ അനുസരിച്ച് ക്രമപ്പെടുത്താം. പെസഹാഴ്ചയുടെ അനുഗ്രഹവും ആശീർവാദവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ